പാക് ചാരവൃത്തി നടത്തിയ CRPF ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ച CRPF മോത്തിറാം ജാട്ട് എന്ന ജവാനെയാണ് ജോലിയിൽ നിന്നും പുറത്താക്കിയത്. പാകിസ്ഥാനിൽ നിന്നും പണം സ്വീകരിച്ചതായും NIA കണ്ടെത്തി. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുകയാണ്. റഷീദ്, ഈ പാക് ബന്ധം സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഈ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? പാകിസ്ഥാനുമായി ചാരവൃത്തി നടത്തിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ NIAക്ക് ലഭിച്ചതിന് പിന്നാലെയാണ് ഇയാളെ കഴിഞ്ഞ ദിവസം ദില്ലിയിൽ നിന്നും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 2023 മുതൽ ഇയാൾ പാകിസ്ഥാനുമായി ദേശീയ തലത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെയും പങ്കുവച്ചിരുന്നതെന്നാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഇയാൾക്കെതിരെ ഇപ്പോൾ CRPF നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നതെന്നുള്ള നടപടിയാണ് ഇപ്പോൾ CRPF പ്രധാനമായും സ്വീകരിച്ചിട്ടുള്ളത്. അതേസമയം ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. അതായത് ഈ പഹൽഗാം ഭീകരാക്രമണം നടക്കുന്നതിന് 6 ദിവസം മുമ്പ് അദ്ദേഹം ഈ മോത്തിൽ റാം ജാട്ട് എന്ന് പറയുന്ന ജവാൻ പഹൽഗാമിൽ ജോലി ചെയ്യുകയും ചെയ്തിരുന്നു. ഈ സമയത്തൊക്കെ തന്നെയും സൈനിക നീക്കങ്ങളും അതോടൊപ്പം രാജ്യത്തിനകത്തെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സൈനിക കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെയും പാകിസ്ഥാന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ NIA കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം ഈ വിവരങ്ങളൊക്കെ തന്നെയും പങ്കുവെച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഇയാൾക്ക് ലഭ്യമായിട്ടുള്ള പണ ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെയും ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും കഴിഞ്ഞ ദിവസമാണ് ഇയാളെ ദില്ലിയിൽ നിന്നും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വിവിധ മേഖലകളിൽ, അതായത് 116ാമത്തെ നമ്പർ കമ്പനിയിലാണ് ഇയാൾ ജോലിക്കായി പഹൽഗാമിൽ നിയോഗിച്ചിരുന്നത്. പിന്നീട് വിവിധ മേഖലകളിൽ ബന്ധപ്പെട്ടുള്ള സുപ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ പാക് ചാരന്മാർക്ക്, അതായത് പാകിസ്ഥാന്റെ ഇന്റലിജൻസ് വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട് എന്ന അന്വേഷണത്തിന്റെ അല്ലെങ്കിൽ അത്തരത്തിലൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ ഇയാളെ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് ദേശീയ അന്വേഷണ ഏജൻസി കടക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ചോദ്യം ചെയ്യലിനുമായി ഇയാളെ NIA പ്രത്യേക കോടതി, അതായത് ദില്ലിയിലെ പട്യാല ഹൗസ് കോടതി NIAയുടെ കസ്റ്റഡിയിൽ വിട്ടുകയും ചെയ്തിട്ടുണ്ട്. ജൂൺ 6-ാം തീയതി വരെയാണ് ഇയാളെ കസ്റ്റഡിയിൽ ഇടുക. പ്രധാനമായും എന്തൊക്കെ മോട്ടീവാണ് ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടായിട്ടുള്ളത്, അതോടൊപ്പം ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി പുറത്തുവിട്ടിരിക്കുകയാണ്. എന്തായാലും രാജ്യത്തിന് തന്നെ വലിയ അപമാനം ഉണ്ടാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്നൊരു ആരോപണം ഇപ്പോൾ ശക്തമാവുകയാണ്. പ്രത്യേകിച്ചും പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്നും അത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്ന സാഹചര്യമുണ്ട്. കാരണം പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഭീകരരെ ഇതുവരെയും ഇന്ത്യൻ സേനക്കും അതോടൊപ്പം കേന്ദ്ര സർക്കാരിനും പിടികൂടാനായിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധവും ഇപ്പോൾ ഉയരുകയാണ്. അതിന്